നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മുഴപ്പിലങ്ങാട് ബോംബേറ് SDPI പ്രവർത്തകന്റെ വീടിന് കേടുപാട്. അക്രമം താലപ്പൊലി മഹോത്സവത്തിന് പിന്നാലെ ബോംബേറ് നടത്തിയത് CPM പ്രവർത്തകർ എന്ന് വീട്ടുടമ. സ്കൂട്ടറിനും കേടുപാട്. കാസർഗോഡെ മരണം. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹത്തിന് 20 ദിവസത്തിലധികം പഴക്കം. മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ഊരത്തൂരിൽ യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഭർത്താവ് കസ്റ്റഡിയിൽ. തീവ്രപരിചരണ രോഗികൾക്ക് സാന്ത്വനമേകാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ICUവിൽ കാറ്റും വെളിച്ചവും സൈക്കോളജിസ്റ്റിന്റെ സേവനവും. വിവിധ യൂണിറ്റുകളുടെ ഉദ്ഘാടനം നാളെ. വൃക്കരോഗ ബോധവൽക്കരണത്തിൽ സൂംബ നൃത്തവും വാക്കത്തോണും. വാർത്തകൾ വിശദമായി. മുഴപ്പിലങ്ങാട് SDPI പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറ്. മുഴപ്പിലങ്ങാട് മഠം പിനാച്ചേരി സിറാജിന്റെ വീടിന് നേരെയാണ് സ്റ്റീൽ ബോംബെറിഞ്ഞത്. ഇന്ന് പുലർച്ചെ 6:15 സംഭവം. വീടിന് മുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടറിനും കേടുപാട് പറ്റി. CPM പ്രവർത്തകർ ബൈക്കിലെത്തിയാണ് ബോംബേറ് നടത്തിയതെന്ന് വീട്ടുടമ പറഞ്ഞു. എടക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിരവധി കേസിലെ പ്രതികളായ CPM പ്രവർത്തകരായ പ്രജീഷ് എന്ന മുത്തു, ഷിൻഡോ കൊളശ്ശേരി എന്നിവർ ബൈക്കിലെത്തിയാണ് സ്റ്റീൽ ബോംബെറിഞ്ഞത്. ബോംബെറിഞ്ഞ ശേഷം പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെട്ടു. മുഴപ്പിലങ്ങാട് ശ്രീകൂർമ്പ ക്ഷേത്ര താലപ്പൊലി മഹോത്സവത്തിനിടെയാണ് പ്രതികൾ സ്റ്റീൽ ബോംബെറിഞ്ഞത്. വീടിന്റെ മുൻവശത്തെ ചെറിയ വരാന്തയുടെ ടൈൽസ് തറയിലാണ് ബോംബ് പതിച്ചത്. വീടിന്റെ ചുവരിനും ടൈൽസിനും കേടുപാട് പറ്റിയിട്ടുണ്ട്. മുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടറിനും കേടുപാട് പറ്റിയിട്ടുണ്ട്. ഈ സമയം വീട്ടുകാർ ഉള്ളിലുണ്ടായിരുന്നു. ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് 200 മീറ്റർ അകലത്തിലാണ് അക്രമത്തിനിരയായ വീട് നിൽക്കുന്നത്. ഉത്സവത്തിന്റെ വെടിക്കെട്ട് അവസാനിച്ച ഉടനെയായിരുന്നു ബോംബെറിഞ്ഞത്. നേരത്തെയും പ്രജീഷ് എന്ന മുത്തു സിറാജിന് നേരെ വധഭീഷണി മുഴക്കുകയും കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ എടക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവം നടന്ന സ്ഥലത്ത് പോലീസ് എത്തി പരിശോധന നടത്തി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണൂർ താണയിലെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ലഹരി വിമുക്ത ചികിത്സാ പദ്ധതിക്ക് തുടക്കമായി. മനസ്വി എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ മറ്റൊരു ദോഷവശം എന്നുള്ളത് നമുക്കറിയാം. ഇത് ഒരിക്കലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് അറിയാതെ ഇതിൽ വശീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ആ കുഞ്ഞിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഈ ലഹരി മാഫിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം. നമ്മളെപ്പോഴും പറയുന്ന സ്ഥായിയായ വികസനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ വികസനത്തെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത് മറ്റു കാര്യങ്ങളാണ്. പക്ഷെ അതേപോലെ ഈ ലഹരി മാഫിയകൾ അവരുടെ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ അവരുടെ വരുമാനം സ്ഥായിയായി നിലനിർത്തുന്നതിന് വേണ്ടി അവർ കണ്ടുവരുന്നത് കുഞ്ഞു മക്കളെ അടക്കം ഇതിനെ ഉപഭോക്താക്കളാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ വളർന്നു വരുമ്പോൾ ഇത് ഉപയോഗിക്കാതെ അവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വരും. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഇതിൻ്റെ ദുരന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെഞ്ഞാറമൂട് കണ്ട വലിയ കൊലപാതകത്തിൻ്റെ കഥയ്ക്ക് പിന്നിൽ ആ കുഞ്ഞിൻ്റെ ഈ ലഹരി ഉപയോഗമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കുട്ടികളിൽ പോലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യാപകമാകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് KK രത്നകുമാരി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ദൃശ്യ രവീന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PV ശ്രീനിവാസൻ, സെക്രട്ടറി സഞ്ജയൻ, ഡോക്ടർ ജഷി ദിനകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന ചക്കരക്കല്ലിലെ ബിൽഡിംഗ് മെറ്റീരിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സംഘർഷം. പണം നിക്ഷേപിച്ചവർ കൂട്ടമായെത്തി പണം ആവശ്യപ്പെട്ടതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. ഇത് 3ാം തവണയാണ് നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാമെന്ന വാഗ്ദാനം സംഘം സെക്രട്ടറി ലംഘിക്കുന്നത്. പണം നിക്ഷേപിച്ചവർ കൂട്ടമായെത്തി പണം ആവശ്യപ്പെടുകയായിരുന്നു. ഇത് 3ാം തവണയാണ് നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാമെന്ന വാഗ്ദാനം സംഘം സെക്രട്ടറി ലംഘിക്കുന്നത്. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കോടികളുടെ അഴിമതി നടത്തിയെന്നാണ് ആരോപണം. നിക്ഷേപകരുടെ പണം വിവിധ ബിനാമി ഇടപാടുകൾക്കും മറ്റുമായി നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ആക്ഷേപമുയർന്നിരുന്നു. പണം ആവശ്യപ്പെട്ട് സ്ത്രീകൾ അടക്കമുള്ള നിക്ഷേപകർ സംഘടിച്ചെത്തിയതോടെ സംഘത്തിൽ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു. നിങ്ങൾ
നിക്ഷേപകരുടെ 40% തുക ഇന്ന് നൽകാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതിനാവശ്യമായ നീക്കിയിരിപ്പ് സംഘത്തിലുണ്ടായിരുന്നില്ല. തുടർന്ന് രാത്രി വരെ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു. പി ജയരാജനെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതിരിക്കാൻ കാരണമായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കത്തെന്ന് സൂചന. ജയരാജന് കൊട്ടേഷൻ, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന കണ്ണൂർ CPM ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു തോമസിന്റെ ആരോപണത്തിനാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാ നേതൃത്വം കത്ത് നൽകിയത്. അതേസമയം പി ജയരാജന് പിന്തുണ അറിയിച്ചുള്ള പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കണ്ണൂരിൽ വലിയ ജനസ്വാധീനമുള്ള നേതാവായാണ് ജയരാജൻ പരിഗണിക്കപ്പെടുന്നത്. ഇദ്ദേഹം ഇത്തവണയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടില്ലെന്നത് താഴെത്തട്ടിലുള്ള അണികൾക്കിടയിൽ അമർഷമായി മാറുന്നുണ്ട്. കഴിഞ്ഞ തവണയും ജയരാജൻ സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാതിരുന്ന സമയത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പ്രചരണമുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്തു തന്നെ ജയരാജൻ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിപ്പെടില്ല എന്ന സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നു തന്നെ ഉണ്ടായിരുന്നു. കാരണം മനു തോമസ് പാർട്ടി വിടുന്ന സമയത്ത് ജയരാജനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ സംഘങ്ങളുമായി ജയരാജന് ബന്ധമുണ്ടായിരുന്നു എന്നായിരുന്നു ആരോപണം. ജില്ലാ സെക്രട്ടറിയായിരുന്ന MV ജയരാജൻ ഇതിന് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പി ജയരാജൻ വിഷയത്തിൽ സാമൂഹിക മാധ്യമത്തിലൂടെ പ്രതികരണം നടത്തി. ഇതോടെ പാർട്ടി പ്രതിസന്ധിയിലാകുന്ന നിലയാണുണ്ടായത്. ഇത് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വരികയും ജയരാജനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കത്തും ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ മറുപടി പറയുമ്പോഴാണ് ജയരാജനെതിരെ ഒരു കത്ത് സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും അത് പാർട്ടി ഗൗരവകരമായി കാണുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പി ജയരാജന് സെക്രട്ടേറിയറ്റിലേക്ക് അവസരമുണ്ടാകില്ലെന്ന് അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മുഴപ്പിലങ്ങാട് ബോംബേറി SDPI പ്രവർത്തകന്റെ വീടിന് കേടുപാട്. അക്രമം താലപ്പൊലി മഹോത്സവത്തിന് പിന്നാലെ ബോംബേറ് നടത്തിയത് CPM പ്രവർത്തകരെന്ന് വീട്ടുടമ. സ്കൂട്ടറിനും കേടുപാട്. കാസർകോടെ മരണം. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹത്തിന് 20 ദിവസത്തിലധികം പഴക്കം. മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ഊരത്തൂരിൽ യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഭർത്താവ് കസ്റ്റഡിയിൽ. തീവ്രപരിചരണ രോഗികൾക്ക് സാന്ത്വനമേകാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ICUവിൽ കാറ്റും വെളിച്ചവും സൈക്കോളജിസ്റ്റിന്റെ സേവനവും. വിവിധ യൂണിറ്റുകളുടെ ഉദ്ഘാടനം നാളെ. വൃക്കരോഗ ബോധവൽക്കരണത്തിൽ സൂംബ നൃത്തവും വാക്കത്തോണും. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. കാസർകോട് പൈവളികയിലെ 15 വയസ്സുകാരിയുടെയും ഓട്ടോ ഡ്രൈവർ പ്രദീപിന്റെയും മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹങ്ങൾക്ക് 20 ദിവസത്തിൽ അധികം പഴക്കമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിലായിരുന്നു. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത്. കൂടുതൽ പരിശോധനയ്ക്കായി മൃതദേഹ അവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. കാസർഗോഡ് പൈവളികയിലെ 15 വയസ്സുകാരിയുടെയും ഓട്ടോ ഡ്രൈവർ പ്രദീപന്റെയും മരണം ആത്മഹത്യയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹങ്ങൾക്ക് 20 ദിവസത്തിലധികം പഴക്കമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി.
മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിലായിരുന്നു. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത്. കൂടുതൽ പരിശോധനകൾക്കായി മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം ആത്മഹത്യക്ക് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഇരുവരുടെയും ഫോണുകൾ പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. ഫെബ്രുവരി 12-നാണ് പെൺകുട്ടിയെയും ഇവരുടെ കുടുംബ സുഹൃത്തായ പ്രദീപിനെയും കാണാതായത്. ഇന്നലെ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പൈവളിക സ്വദേശിയായ 15-കാരി, ഇവരുടെ അയൽവാസിയായ പ്രദീപ് എന്നിവരെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയത് ഒരേ ഇടത്ത് നിന്നായിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പടിയൂർ പഞ്ചായത്തിലെ ഊരത്തൂരിൽ കശുമാവിൻ തോട്ടത്തിലെ കെട്ടിടത്തിൽ യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. വയനാട് തവിഞ്ഞാലിലെ പേരിയ കാലിമന്തം കോളനിയിലെ രജനിയാണ് മരിച്ചത്. ഭർത്താവ് ബാബുവിനെ ഇരിക്കൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവതിയെ വീട്ടിനുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വയനാട് തവിഞ്ഞാൽ സ്വദേശിനി രജനിയാണ് മരിച്ചത്. ഭർത്താവും 2 മക്കളും വീട്ടിലുണ്ടായിരുന്നു. ഇവരാണ് യുവതിയുടെ മരണവിവരം മറ്റുള്ളവരെ അറിയിച്ചത്. ഇരിക്കൂർ പോലീസ് സ്ഥലത്തെത്തി. മരണകാരണം വ്യക്തമായിട്ടില്ല. ആദിവാസി വിഭാഗത്തിലുള്ള കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. രജനി കശുവണ്ടി ശേഖരിക്കുന്ന ജോലിക്ക് ഭർത്താവിനൊപ്പം എത്തിയതായിരുന്നു. തോട്ടത്തിലെ ഷെഡിലായിരുന്നു താമസം. ഇവിടെയാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU ജില്ലാ സമ്മേളനം മാർച്ച് 12, 13 തീയതികളിൽ മയിൽ സ്റ്റാസ്കോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12-ന് രാവിലെ 10 മണിക്ക് മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക സമ്മേളനം കവി ആലങ്കോട് ലീലാകൃഷ്ണനും, ഉച്ചതിരിഞ്ഞ് നടക്കുന്ന വനിതാ സമ്മേളനം ഡോക്ടർ AK ജയശ്രീയും, 3:30-ന് പ്രകടനവും പൊതുസമ്മേളനവും മയിൽ ബസ് സ്റ്റാൻഡിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനും ഉദ്ഘാടനം ചെയ്യും. 13-ന് കാലത്ത് ജില്ലാ കൗൺസിൽ ജനറൽ സെക്രട്ടറി R രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്യും. സമൂഹത്തിൽ പാവപ്പെട്ടവരെ കണ്ടെത്തി വീടുകൾ വെച്ചു നൽകിയതുൾപ്പെടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടന ഇതിനകം ചെയ്തിട്ടുണ്ടെന്നും തുടർന്നും സഹായങ്ങൾ ചെയ്യാനാണ് തീരുമാനമെന്നും ജനറൽ കൺവീനറും ജില്ലാ സെക്രട്ടറിയുമായ VP കിരൺ പറഞ്ഞു. 14ാം സംസ്ഥാന സമ്മേളനം ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ കൂടി ഏറ്റെടുക്കുന്ന ഒരു സംഘടനയാവണം KSSPU എന്നുള്ള തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ സംഘടന ഏറ്റെടുത്ത് നടത്തുകയാണ്. നമ്മുടെ കേരളത്തിനകത്ത് മാത്രമല്ല, കേരളത്തിന് പുറത്ത് പ്രയാസങ്ങളുണ്ടായ ഘട്ടത്തിൽ സഹായിക്കുന്നതിന് വേണ്ടി ഈ സംഘടന തയ്യാറായിട്ടുണ്ട്. പ്രളയമുണ്ടായപ്പോഴും അതുപോലെ പ്രതിക്ഷവും ഭൂകമ്പവും എല്ലാം ഉണ്ടായ സമയത്തും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും തമിഴ്നാട്ടിലുമെല്ലാം സഹായിക്കാൻ ഈ സംഘടന തയ്യാറായിട്ടുണ്ട്. കേരളത്തിനകത്താണെങ്കിൽ ഒട്ടനവധി സഹായങ്ങൾ പ്രളയത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ കഴിഞ്ഞ ഈ കോവിഡിൻ്റെ കാലത്തുമെല്ലാം വലിയ രൂപത്തിലുള്ള സഹായം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്ട് 60 കോടിയോളം രൂപ കേരളത്തിലെ പെൻഷൻകാർ ഈ കോവിഡിൻ്റെ സമയത്ത് സംഭാവന ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തം, അതിന് നമ്മുടെ ആ ദുരന്തമുണ്ടാകുന്നൊരു സമയം നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഓഗസ്റ്റ് 7-ാം തീയതി ഒരു പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചതിന് മുന്നിലാണ് ജൂലൈ മാസം 30-ാം തീയതിയോടുകൂടി ഇങ്ങനെയൊരു പ്രകൃതി ദുരന്തമുണ്ടായത്. സ്വാഭാവികമായും നമ്മുടെ പ്രക്ഷോഭം മാറ്റിവെക്കുകയായിരുന്നു. അവിടെ ഈ പ്രവർത്തനത്തിനെ സഹായിക്കാനുള്ള തീരുമാനമാണ് നമ്മുടെ സംഘടന എടുത്തത്. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ 25 ലക്ഷം രൂപ ആ സ്പോട്ടിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തേക്ക് കൊടുക്കുകയുണ്ടായി. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് T ശിവദാസൻ മാസ്റ്റർ, കൺവീനർ E മുകുന്ദൻ, K കരുണാകരൻ മാസ്റ്റർ, PV പത്മനാഭൻ മാസ്റ്റർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കാഞ്ഞിര വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. കണ്ണൂർ സിറ്റി പോലീസ് സബ് ഇൻസ്പെക്ടർ ധന്യ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മകള് എങ്ങനെയാണ് നമ്മുടെ സഹോദരനോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ അച്ഛനോട് പെരുമാറേണ്ടത്, അങ്ങനെ നമ്മുടെ പെൺമക്കളെയും ആൺമക്കളെയും നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ നിന്നും അവർക്ക് നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എപ്പോഴും എല്ലാ സ്ഥലത്തും ചോദിക്കുന്ന ഒരു ചോദ്യം, സ്ത്രീ സുരക്ഷിതയാണോ? അതായത് രാത്രി ഒക്കെ നമ്മൾക്ക് ഇപ്പൊ എത്രത്തോളം എനിക്ക് ഈ യൂണിഫോം ഇട്ട് ഒരു പക്ഷെ രാത്രി ഒരു പേടിയും കൂടാതെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റും. പക്ഷെ ഈ യൂണിഫോം അഴിച്ചു വെച്ചാൽ എനിക്ക് എത്രത്തോളം സുരക്ഷിതമായി സഞ്ചരിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരമില്ല. ആ ഉത്തരത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ മക്കളെ, നമ്മുടെ കയ്യിലുള്ള നമ്മുടെ യുവതലമുറയെ, നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പെരുമാറേണ്ടത് എന്ന് ചോദിച്ചാൽ അവൻ പുറത്തിറങ്ങുമ്പോൾ അവന്റെ അമ്മയെ പോലെ തന്നെ പൊതുസമൂഹത്തിലുള്ള ആ മറ്റുള്ള അമ്മമാരെയും കാണും.
സ്വന്തം സഹോദരിനെ പോലെ അവൻ പൊതുസമൂഹത്തിലുള്ള സഹോദരിനെയും കാണും. ആ രീതിയിൽ നമ്മൾക്ക് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ ഓരോ അമ്മമാർക്കും ഓരോ സഹോദരിക്കും ഓരോരോ ഗൃഹനാഥന്മാർ ഇവിടെയുണ്ട്, അവർക്കും സാധിച്ചാൽ തന്നെ നമ്മുടെ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. പ്രശസ്ത ന്യൂറോ സൈക്കോളജിക്കൽ ട്രെയിനർ ഷൈമ കെ മൈൻഡ് പവർ ട്രെയിനിംഗ് നൽകി. കോർപ്പറേഷൻ കൌൺസിലർ കെ എൻ മിനി വിശിഷ്ടാതിഥിയായി. വനിതാവേദി പ്രസിഡന്റ് ദിജിന രതീഷ് അധ്യക്ഷതയും വനിതാ കോർഡിനേറ്റർ ജിഷ കെ സ്വാഗതവും, SN കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ CS പുഷ്പാഞ്ജലി, ഡോക്ടർ ഷബിന ഷെറിൻ, അഡ്വക്കേറ്റ് ശ്രീജിയ ശശിധരൻ, ശൈലജ TV, വായനശാല പ്രസിഡന്റ് CK പ്രദീപ്, സെക്രട്ടറി സുമേഷ് CM, ട്രഷറർ രാജേഷ് P എന്നിവർ ആശംസയും താലൂക്ക് പ്രതിനിധി ഷീബ സുമേഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. കാഞ്ഞിര പ്രദേശത്തെ 50-ലധികം വനിതകൾ പങ്കെടുത്തു. ചാല ഒരുമ കൾച്ചർ ഫോറം പ്രതിമാസ പരിപാടി ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം വിഭജിക്കയിൽ നടന്നു. എഴുത്തുകാരി അംബുജം കടമ്പൂർ ഉദ്ഘാടനം ചെയ്തു. വെറുതെ ഒരു ലോകം ഉണ്ടാക്കുകയില്ല, നീതി അന്തസ്സ് അതാണ് അതിന് സമം, അതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പച്ച നമുക്കറിയുന്നത് പോലെ പ്രതീക്ഷയും വളർച്ചയും സ്ത്രീകളുടെ വളർച്ച, പിന്നെ വെള്ള ശുദ്ധിയെക്കുറിച്ച് സമത്വത്തെക്കുറിച്ചും ആഹ്വാനം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വലിയ ലക്ഷ്യം. ആ ലോകത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത് വലിയ ലക്ഷ്യമാണ്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോഴേ ഇതൊന്നും മനസ്സിലാക്കാത്ത പുതുതലമുറയിലെ പെൺകുട്ടികൾ നമ്മൾ പറഞ്ഞ കുറെ മാറിയിട്ടുണ്ട്. പക്ഷെ അവര് വരും കാലത്തേക്ക് എന്താണ് അവരുടെ ഈടുവെപ്പ് എന്ന് നമ്മൾ ചിന്തിക്കണം. കുറെ റീൽസ് എടുത്തും യൂട്യൂബിൽ കുറെ വീഡിയോസ് ഇട്ടും അർമാനിച്ച് കഴിയുന്ന ഇവരുടെ സുരക്ഷിതത്വം വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരും ഈ പ്രദേശത്തെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ചേർന്ന് പുതുതായി രൂപീകരിച്ച ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് ഒരുമ കൾച്ചറൽ ഫോറം. ചാല കേന്ദ്രീകരിച്ച് തുടർ പ്രവർത്തനങ്ങളിലൂടെ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ മാതൃകാപരമായ ഇടപെടലുകളാണ് ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം ചാലയുടെ പാരമ്പര്യത്തെ സർഗാത്മകമായി അടയാളപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇവർ നടത്തുന്നത്. കഴിഞ്ഞ ജനുവരി മാസമാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രശസ്ത നാടക പ്രവർത്തകൻ ഇബ്രാഹിം വേങ്ങരിയായിരുന്നു ഉദ്ഘാടനം. പ്രതിമാസ പരിപാടി എന്ന നിലയിൽ എല്ലാ മാസവും കലാപരിപാടികൾ നടത്താറുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ശനിയാഴ്ച അധ്യാപകരുടെയും മറ്റും കലാപരിപാടികളും നടന്നത്. ചെമ്പിലോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C പ്രസീത അധ്യക്ഷത വഹിച്ചു. കടമ്പൂർ പഞ്ചായത്ത് അംഗം A വിമലാദേവി, മാതൃസംഗമം പ്രസിഡന്റ് സിന്ധു പ്രശാന്ത്, സീമ സുമേഷ് എന്നിവർ സംസാരിച്ചു. വനിതാ ദിനത്തിന്റെ ഭാഗമായി ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികമാരുടെ നൃത്തശില്പവും അരങ്ങേറി. ലഹരിക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് കുഞ്ഞുകൈകൾ ചൊവ്വ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ലഹരിക്കെതിരെയുള്ള പ്രചാരണമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. താഴെ ചൊവ്വ ബസാറിലും പരിസരത്തുമായി നടന്ന ഫ്ലാഷ് മോബ് നിരവധി പേരെ ആകർഷിച്ചു. അനുദിനം വർദ്ധിച്ചുവരുന്ന ലഹരി മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ ചെറുപ്രായത്തിൽ തന്നെ പ്രതിഷേധ സ്വരമുയർത്തുകയാണ് ചൊവ്വ ഗവൺമെന്റ് LP സ്കൂളിലെ കൊച്ചുകുട്ടികൾ. നിരവധി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇതിനോടകം തന്നെ ഇവർ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. നേരത്തെ ലഹരി വിരുദ്ധ ദിനത്തിൽ ബാഡ്ജ് പ്രചരണം നടത്തിയും പൊതുയിടത്തിൽ കയ്യൊപ്പ് ശേഖരിച്ചും ലഹരി വിരുദ്ധ കാർഡുകൾ പ്രചരിപ്പിച്ചും വിവിധ പ്രവർത്തനങ്ങൾ ഈ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ആനുകാലിക പ്രാധാന്യം ഉൾക്കൊണ്ട് താഴെ ചൊവ്വ ബസാറിൽ ലഹരിവിരുദ്ധ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. കോർപ്പറേഷൻ കൌൺസിലർ S ഷഹീദ, PTA പ്രസിഡന്റ് TC മഷ്ഹൂദ്, വിദ്യാഭ്യാസ വികസന സമിതി അംഗം AO പ്രസന്നൻ, പ്രധാന അധ്യാപിക KP ഗീത, C രശ്മി, ഗ്രീഷ്മ EK, ഫർസാന TP, ശ്രീവിദ്യ, E സുബൈദ എന്നിവർ നേതൃത്വം നൽകി. രക്ഷിതാക്കളും നാട്ടുകാരും വഴിയാത്രക്കാരും ഉൾപ്പെടെ നിരവധി പേരെ പരിപാടി ആകർഷിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കാഞ്ഞിര ദേശീയ യുവക് സംഘം വായനശാല ആൻഡ് ഗ്രന്ഥാലയം ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ ഭാഗമായി കണ്ണൂർ കോർപ്പറേഷനിലെ UP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര പ്രതിഭാ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ബിജോയ് തയ്യിൽ ഉദ്ഘാടനം ചെയ്തു.
കുറുവ UP സ്കൂൾ 7ാം തരം വിദ്യാർത്ഥി നവാർ വി 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ സയൻസിന് ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ സയൻസിന് ഇത്ര ലീഡർഷിപ്പ് കൊടുക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്താ കാരണം? ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിക്കാറുണ്ട്, സയൻസ് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ തന്നു? അത് 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു ദിവസം പറഞ്ഞാലും തീരാത്തത്രയാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് അവഗണിക്കാറുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങളുടെ രീതി പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാറേയില്ല. അത് പറയുമ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ. കാഞ്ഞിര ദേശീയ യുവക് സംഘം വായനശാല ആൻഡ് ഗ്രന്ഥാലയം ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ ഭാഗമായാണ് കണ്ണൂർ കോർപ്പറേഷനിലെ UP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര പ്രതിഭാ പ്രശ്നോത്തരി മത്സരം നടത്തിയത്. മത്സരത്തിൽ കുറുവ UP സ്കൂൾ 7ാം തരം വിദ്യാർത്ഥി നവാർ P 1ാം സ്ഥാനവും ജെനസിസ് കാഞ്ഞിര എൻഡോൺമെന്റും നേടി. തിലാനൂർ UP സ്കൂളിലെ C വിവർധന 2ാം സ്ഥാനവും TP പത്മനാഭൻ സ്മാരക എൻറോൺമെന്റും വാരം UP സ്കൂളിലെ ധ്യാൻ ബൈജു 3ാം സ്ഥാനവും PK രജീഷ് സ്മാരക എൻറോൺമെന്റും കരസ്ഥമാക്കി. കോർപ്പറേഷൻ കൌൺസിലർ ബിജോയ് തയ്യിൽ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൌൺസിൽ നേതൃസമിതി കൺവീനർ ജനു ആയിച്ചാൻകണ്ടി സമ്മാനങ്ങൾ നൽകി. വായനശാല പ്രസിഡന്റ് CK പ്രദീപ് അധ്യക്ഷനായി. AV അനിൽകുമാർ മത്സരം നയിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് MP സനിൽകുമാർ, കുറുവ UP സ്കൂൾ ഹെഡ് മാസ്റ്റർ TK പ്രദീപൻ, വായനശാല സെക്രട്ടറി CM സുമേഷ്, ലൈബ്രറിയൻ TV ശൈലജ, ലൈബ്രറി കൌൺസിൽ താലൂക്ക് പ്രതിനിധി ഷീബ സുമേഷ്, യുവതാ പ്രതിനിധി ഹവാന, സിദാന സഫ, സഹദിയ ബാലവേദിയുടെ കാർത്തികേയ രജീഷ്, പ്രത്യൂഷ് CT, മിൻഹ ഹാരിഷ് എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. ചാല ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നാളെ അത്യാധുനിക മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും അഡ്വാൻസ്ഡ് നെഫ്രോളജി ക്രിട്ടിക്കൽ യൂണിറ്റും ഉദ്ഘാടനം ചെയ്യുമെന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ CEO നിരൂപ് മുണ്ടാടൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ICUവിൽ കാറ്റും വെളിച്ചവും മാനസിക സംഘർഷവും ഒഴിവാക്കാൻ സൈക്കോളജിസ്റ്റിന്റെ സേവനവും ഇതിന്റെ ഭാഗമായി ഒരുക്കും. 10 പുതിയ യൂണിറ്റുകളുടെ ഉദ്ഘാടനം മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ ആധുനികവൽക്കരിച്ച ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെയും ആധുനികവൽക്കരിച്ച അത്യാധുനിക നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെയും ഉദ്ഘാടനം നാളെ നടക്കുകയാണ്. അതിൻ്റെ ഒരു വിശദീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ് കോൺഫറൻസ് ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലോ അല്ലെങ്കിൽ ഉത്തരമലബാറിലോ ആദ്യത്തെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി വ്യത്യസ്തങ്ങളായ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ICU യൂണിറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഒന്ന് നടക്കുന്നത് നാളെ. ബഹുമാനപ്പെട്ട കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിലായിരിക്കും ഇത് നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് കണ്ണൂരിലെ ആരോഗ്യ മേഖലയിൽ അനിഷേധ്യമായ സാന്നിധ്യമായിട്ട് നിലവിലുണ്ട്. പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ്റെ ഭാഗത്തിൽ വളരെ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഗുരുതരാവസ്ഥയുള്ള രോഗികൾ നേരത്തെ ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂരേക്കൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ അതീവ ഗുരുതരാവസ്ഥയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ കണ്ണൂരോ മംഗലാപുരത്തോ പോകുന്നതിനേക്കാളും കൂടുതൽ വളരെ ഒരു ടെർഷറി കോട്ടണറി കെയർ യൂണിറ്റ് എന്നുള്ള കണ്ടീഷനാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ലെവൽ ഓഫ് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാധുനിക ഡയാലിസിസ് യൂണിറ്റുകളും അതുപോലെ തന്നെ ഡയാലിസിസ് CRRT എന്ന് പറയുന്ന പോലത്തെ എക്യുപ്മെൻറ്റുകളും ECMO പോലത്തെ എക്യുപ്മെൻറ്റുകളും ഉൾപ്പെടെയാണ് ജീവൻ നിലനിർത്താനുള്ള ഇതുപോലത്തെ അത്യാധുനിക എക്യുപ്മെൻറ്റുകൾ ഉൾപ്പെടെയാണ് പുതിയ ICU ഉള്ളത് എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം തന്നെ. അത്യാധുനിക മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, പീഡിയാട്രിക് നിയോനാറ്റൽ കാർഡിയോളജി, ന്യൂറോളജി, സർജറി മെഡിസിൻ, കാർഡില്ല തെറാസിക്, ജനറൽ ഇന്റൻസീവ് കെയർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, പോസ്റ്റ് കാത്ത് കെയർ എന്നിവയ്ക്കായുള്ള പ്രത്യേക യൂണിറ്റുകളാണ് സ്ഥാപിക്കുന്നത്. 100-ലധികം കിടക്കകളുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റ് നൂതന കാഴ്ചപ്പാടിൽ സ്ഥാപിച്ചതാണ്. നെഫ്രോളജിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് നമ്മൾ തുടങ്ങുകയാണ്. ബേസിക്കലി ഏറ്റവും കൂടുതൽ റെഫറൻസ് വരുന്നത് കിഡ്നി സ്തംഭിച്ചു പോയി ഡയാലിസിസ് വേണ്ടി വരുമെന്ന് രോഗിയോട് പറയുമ്പോൾ അത് എവിടെ കൊണ്ടുപോകണം, എവിടെ ഈ കെയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതിന് അഡ്വാൻസ് കെയർ അതൊരു ഒരു വ്യക്തി മാത്രമല്ല ഫുൾ ടീമുള്ള ഹോസ്പിറ്റലിലേക്ക് ചെന്നാലേ അവർക്കൊരു റെഫറൻസ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും കിഡ്നി മാത്രമായിരിക്കില്ല, ലിവറിൻ്റെ പ്രവർത്തനം താളപ്പിഴയിലായിരിക്കും, പേഷ്യൻ്റ് വെന്റിലേഷൻ വേണ്ടി വരും, ഇൻറ്റുബേഷൻ വേണ്ടി വരും. അതിനുവേണ്ടി നമ്മളൊരു ഡെഡിക്കേറ്റഡ് ക്രിട്ടിക്കൽ യൂണിറ്റ് വെക്കുന്നത് ബേസിക്കലി ഒരു ഓർഡർ ടു നീഡിൽ ടൈം ആൻഡ് നീഡിൽ ടു ഡ്രഗ് ടൈം, അത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്ററാണ് പേഷ്യൻ്റ് സർവൈവലിൻ്റെ. ഒരു പേഷ്യൻ്റ് വരുന്നു, ഡയാലിസിസിന് മെഷീനില്ല, സൗകര്യമില്ല, ഡയാലിസിസ് സജ്ജീകരണങ്ങൾ റെഡിയല്ല എന്ന് പറയുമ്പോൾ അവിടെ എടുക്കുന്ന ഡിലേ ഒഴിവാക്കാൻ ഒരു ഡെഡിക്കേറ്റഡ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് പറ്റും. അവിടുത്തെ സ്റ്റാഫ് 24 hours ദേ ആർ ഡെഡിക്കേറ്റഡ് ഫോർ ക്രിട്ടിക്കൽ കെയർ ഡയാലിസിസ്. അവിടെ മെഷീൻസ്
IP ക്രിട്ടിക്കൽ കെയർ പേഷ്യന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയ മെഷീൻസ് നമ്മൾ അലോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് വി ആർ 24/7 റെഡി ടു ടേക്ക് എ നെഫ്രോളജി കേസ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്ന് ഡയാലിസിസ് തുടങ്ങുന്ന സമയം അല്ലെങ്കിൽ പേഷ്യൻ്റെ ഔട്ട്കം കൂട്ടാൻ എവിടെയൊക്കെ നമുക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുമോ, എവിടെയൊക്കെ എഫിഷ്യൻറ്റ് കെയർ സമയബന്ധിതമായി കൊടുക്കാൻ പറ്റുമോ, അതിന് നമുക്ക് ഈ നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ എന്ന ഡെഡിക്കേറ്റഡ് യൂണിറ്റിന് പറ്റും. പലയിടത്തും കാർഡിയോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് വെക്കുന്നത് പോലും ഈ ഒരു സിസ്റ്റം, അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് സിസ്റ്റം നിലനിൽക്കുമ്പോൾ പേഷ്യൻ്റ് ഔട്ട്കം കൂടുതലായിട്ട് നമുക്കിപ്പോൾ കൊണ്ടുവരാൻ പറ്റും. ഇതുകൂടാതെ മൾട്ടി ഡിസിപ്ലിനറി ടീമുള്ള ഒരു കോർണറി കെയർ സെൻ്ററിൻ്റെ ഭാഗമായി അഡ്വാൻസ് സെൻറ്റർ വരുന്ന സമയത്ത് വി ഹാവ് എവരി സ്പെഷ്യാലിറ്റി ടു സപ്പോർട്ട് അസ് അറ്റ് 24/7. ആ ഒരു ഗുണം കൂടിയാണ് ഈ നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, രോഗികളിലേക്ക് നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ എത്തിക്കാം. രണ്ട്, അവർക്ക് അഫോർഡബിൾ ആയ റേറ്റിൽ എത്തിക്കുക എന്നുള്ളതും BMHൻ്റെ എന്നത്തെയും കൺസെപ്റ്റാണ്. അപ്പോൾ ഈ രണ്ടും മുൻനിർത്തിയാണ് ക്രിട്ടിക്കൽ കെയറിൽ തന്നെ ഒരു നെഫ്രോളജി എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ICU നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൾട്ടി സിസ്റ്റം ഓർഗൻ ഫെയിലർ ഉള്ള രോഗികൾക്ക് അത്യാധുനിക മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ യൂണിറ്റും സമഗ്രമായ പരിചരണം നൽകും. അതേസമയം അഡ്വാൻസ്ഡ് നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും അക്യൂട്ട് ക്രോണിക് കിഡ്നി രോഗങ്ങളുള്ള രോഗികൾക്ക് നൂതന നെഫ്രോ ക്രിട്ടിക്കൽ ഇടപെടലുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകും. ഈ യൂണിറ്റുകളിൽ വിശാലമായ പ്രകൃതി ദൃശ്യങ്ങളുടെ കാഴ്ചയും സ്വാഭാവിക വെളിച്ചവും ലഭ്യമാക്കും. ഇത് രോഗികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ഹീലിംഗ് എൻവയോൺമെന്റ് സൃഷ്ടിച്ച് വേഗത്തിലുള്ള സുഖപ്പെടുത്തലിന് സഹായിക്കും. ICUവിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന രോഗികൾക്ക് മാനസിക സംഘർഷവും സന്തുലനവും നിയന്ത്രണ വിധേയമാക്കാൻ സൈക്കോളജിസ്റ്റിന്റെ സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസർ, ഡോക്ടർ മിഥുൻ രമേശ്, ഡോക്ടർ ഷബിൻ കുമാർ, ഡോക്ടർ AK റയീസ്, ഡോക്ടർ അതുൽ രവീന്ദ്രൻ, ഡോക്ടർ അലക്സ് തോമസ് എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഒരാഴ്ച നീണ്ടുനിന്ന വൃക്ക ആരോഗ്യ ബോധവൽക്കരണ വാരത്തിന്റെ ഭാഗമായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വാക്കത്തോണും സൂംബ നൃത്തവും സംഘടിപ്പിച്ചു. പയ്യമ്പലം ബീച്ചിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS ഫ്ളാഗ് ഓഫ് ചെയ്തു. DTPC കണ്ണൂരുമായി സഹകരിച്ചാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വൃക്ക ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. DTPC കണ്ണൂരുമായി സഹകരിച്ച് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ടുനിന്ന വൃക്ക ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായി പയ്യാമ്പലം ബീച്ചിലും പാർക്കിലുമായാണ് വാക്കത്തോൺ, സൂംബ നൃത്തം എന്നിവ നടന്നത്. വൃക്ക രോഗങ്ങൾ തടയുന്നതിനും നേരത്തെ കണ്ടെത്തുന്നതിനും സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും വൃക്കരോഗങ്ങൾ തടയുന്നതിനും സമൂഹ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ CEO നിരൂപ് മുണ്ടയാടൻ സ്വാഗതം ആശംസിച്ചു. ആരോഗ്യകരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങളുടെ നിർണായക പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ട് നിതിൻ രാജ് IPS തന്റെ ഉദ്ഘാടന പ്രസംഗത്തിലും ഫ്ളാഗ് ഓഫിലും സംഘാടകരുടെ ശ്രമങ്ങളെ പ്രശംസിച്ചു. നമ്മുടെ ഓരോ വർഷവും പല ദിവസങ്ങളും നമ്മളെ പല രീതികളിൽ ചിന്തിപ്പിക്കുന്ന ദിവസങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ വിമൻസ് ഡേ ആയിരുന്നു. ഇങ്ങനെ ഓരോ ദിവസങ്ങളും ഓരോ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട്. സ്വാഭാവികമായിട്ടും അതെല്ലാം ആ ദിവസത്തിന്റെ പ്രാധാന്യത്തിലൂടെ അല്ലെങ്കിൽ ആ ദിവസം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശത്തിലൂടെ. മാർച്ച് 3-ാം തീയതി വേൾഡ് ഹെയറിംഗ് ഡേ ആയിരുന്നു. ഇങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബോഡി പാർട്സിനെ പറ്റിയിട്ടൊക്കെ നമ്മളെ പറ്റിയിട്ടൊക്കെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല പല ദിവസങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ആ ദിവസങ്ങൾ റിമൈൻഡർ എന്ന രീതിയിൽ നമ്മൾക്ക് കടന്നു വരുന്നു. പക്ഷേ ആ റിമൈൻഡർ ചിലപ്പോഴൊക്കെ ഒരു ദിവസത്തേക്ക് മാത്രമായി പോകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം മറ്റ് ദിവസങ്ങളെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈല് പല രീതികളിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയും എന്നാൽ ഒരു പർട്ടിക്കുലർ ദിവസത്തിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏജിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിലാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ എന്റെ പാസ്റ്റ് ജീവിതം ഇങ്ങനെയായിരുന്നു എന്ന രീതിയിലേക്ക് നമ്മൾ പലപ്പോഴും ഒരു തിങ്ക് നമുക്കുണ്ടാകുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. വൃക്ക ആരോഗ്യം, അപകട സാധ്യതാ ഘടകങ്ങൾ, പ്രതിരോധ നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ട് നെഫ്രോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മിഥുൻ രമേശ് ഉൾക്കാഴ്ചയുള്ള ബോധവൽക്കരണ പ്രഭാഷണം നടത്തി. തുടർന്ന് സനിക പത്മനാഭനും പ്രിയ പ്രസാദും നയിച്ച സൂംബ നൃത്തം നടന്നു. നിതിൻ രാജ് IPS, സൂംബ ഇൻസ്ട്രക്ടർമാർ ഡോക്ടർ മിഥുൻ രമേശ്, DTPC കണ്ണൂർ പങ്കെടുത്ത എല്ലാവർക്കും ഈ പരിപാടി വൻ വിജയമാക്കുന്നതിന് പിന്തുണ നൽകിയ സംഘാടക ടീമിനും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസർ നന്ദി അറിയിച്ചു. ഗുസ്തി ചാമ്പ്യനും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റുമായിരുന്ന MK രാജരത്നത്തിന്റെ 13ാമത് ചരമവാർഷികം ഏപ്രിൽ 26-ന് വിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂരിലെ ഗുസ്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 26-ന് സീനിയർ സംസ്ഥാന പെൺ ഗുസ്തി ചാമ്പ്യന്മാരുടെ മത്സരവും നടക്കും. പരിപാടിയുടെ ഔദ്യോഗിക പോസ്റ്റർ പ്രകാശനം മുൻ ഗുസ്തി ചാമ്പ്യൻ കൂടിയായ പത്മഭൂഷൺ മോഹൻലാലാണ് മാർച്ച് 8-ന് കുമളിയിൽ നിർവഹിച്ചത്.
ജില്ലയിലെ പ്രമുഖ ഗുസ്തി പരിശീലകനും സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്നു MK രാജരത്നം. ഏപ്രിൽ 26-ന് സ്പോർട്സ് സാംസ്കാരിക സമ്മേളനം വൈകിട്ട് 6 മണിക്ക് നടക്കും. കെ സുധാകരൻ MP ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കണ്ണൂരിലെ ഗുസ്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 26-ന് സീനിയർ സംസ്ഥാന ആൺ പെൺ ഗുസ്തി ചാമ്പ്യന്മാരുടെ ഗുസ്തി മത്സരവും നടക്കും. ഗുസ്തിയിൽ ഇക്കൊല്ലം കണ്ണൂരിൽ നിന്നും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ എല്ലാ കുട്ടികൾക്കും അവാർഡും നൽകും. കണ്ണൂരിലെ ഗുസ്തി ഗുരുക്കന്മാരെ ആദരിക്കും. ഏറ്റവും മുതിർന്ന കണ്ണൂരിൻ്റെ ഗുസ്തി പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുപോയ ശ്രീ വേണുഗുരുക്കളെ പോലുള്ള ആദരണീയ ഗുരുക്കന്മാർക്കും തദവസരത്തിൽ അനുമോദനങ്ങളും ആദരവും അർപ്പിക്കുന്നതായിരിക്കും. കൂടാതെ 2024 വർഷം കണ്ണൂരിൽ നിന്നും സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നേടിയവരും ഗുസ്തിയിൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നേടിയവരും ദേശീയ മത്സരത്തിൽ പങ്കെടുത്തവർക്കും കണ്ണൂരിലുള്ള എല്ലാ ആൺകുട്ടികൾ പെൺകുട്ടികൾക്കും രത്നാട്ടൻ്റെ പേരിൽ ഒരു മൊമെൻ്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം ഇന്നത്തെ സാമൂഹ്യ പ്രശ്നങ്ങളായ സാമൂഹ്യ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി യുവാക്കളിൽ ലഹരിക്കെതിരെ വ്യായാമം എന്ന ഒരു മുദ്രാവാക്യവുമായി നമ്മൾ ഒരു നല്ല സന്ദേശം കുട്ടികളിൽ എത്തിച്ചേരാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. മിക്കവാറും അതൊരു കൂട്ടയോട്ടവും ഇങ്ങനെയുള്ളൊരു പ്ലക്കാർഡുകളുമായി ടൗണിലുടനീളം ഒരു ബോധവൽക്കരണം നടത്താനും നിശ്ചയിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ തമ്പാൻ ബൊമ്മാഞ്ചേരി, ജനറൽ കൺവീനർ ചെല്ലൂർ സജീവൻ, രക്ഷാധികാരി വേണു ഗുരുക്കൾ, കൺവീനർമാരായ റെജി രാജരത്നം, ഷാഹിൽ പള്ളിക്കണ്ടി എന്നിവർ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൂടാളി മേഖലാ സമ്മേളനം അഞ്ചരക്കണ്ടി കാവിൻമൂല വയോജന വിശ്രമ കേന്ദ്രത്തിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് KP പ്രദീപൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കേരള സർക്കാരിന്റെ 2024 വർഷത്തെ നല്ല സർവേ അസിസ്റ്റന്റ് ഡയറക്ടറായി തെരഞ്ഞെടുത്ത രാജീവൻ പട്ടത്താരി അനുമോദിച്ചു. സാമ്പത്തിക വിതരണം, നീതിപൂർവമായിട്ടുള്ള എല്ലാവർക്കുമുള്ള സാമ്പത്തിക വിതരണമാണ് സാമൂഹ്യ വിപ്ലവം എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. ഇങ്ങനെ സാമൂഹ്യ വിപ്ലവത്തിന് ഒരു സമൂഹത്തെ മാറ്റം ചെയ്യപ്പെടണമെങ്കിൽ സമൂഹ ശാസ്ത്രബോധമുള്ളവരായിരിക്കണം. ഇപ്പൊ പരിഷത്തിന്റെ ദൗത്യം സാമാന്യ ജനങ്ങളെ അല്ലെ സമൂഹത്തെ ശാസ്ത്രബോധമുള്ളവരാക്കി മാറ്റുക. അങ്ങനെ ശാസ്ത്രബോധമുള്ള സമൂഹത്തിൽ മാത്രം സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇതാണ് പരിഷത്ത് ഉയർത്തുന്ന മുദ്രാവാക്യത്തിന്റെ കാര്യം. ഇന്നും ഈ ഒരു മുദ്രാവാക്യത്തിന് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് പറയാം. സമ്മേളനത്തിൽ അഭിലാഷ് KR, KT സുധാകരൻ മാസ്റ്റർ എന്നിവരെ അനുസ്മരിച്ചു. മേഖലാ പ്രസിഡന്റ് T പവിത്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി A രഞ്ജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ K അശോകൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് A പവിത്രൻ, PK സുധാകരൻ, യുറീക്ക എഡിറ്റർ KR അശോകൻ, രഹന PV, പട്ടൻ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. കേരള സർക്കാരിന്റെ 2024 വർഷത്തെ നല്ല സർവേ അസിസ്റ്റന്റ് ഡയറക്ടറായി തെരഞ്ഞെടുത്ത രാജീവൻ പട്ടത്താരിയെ അനുമോദിച്ചു. സമ്മേളനത്തിൽ 63 പേരാണ് പങ്കെടുത്തത്. പുതിയ ഭാരവാഹികളായി T പവിത്രനെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി A പങ്കജാക്ഷൻ, V പ്രഭാവതി എന്നിവരെയും സെക്രട്ടറി A രഞ്ജിത്ത്, ജോയിന്റ് സെക്രട്ടറി C അരവിന്ദൻ, രാജീവൻ പട്ടത്താരി, ട്രഷറർ C ദിനേശ് ബാബു, അംഗങ്ങളായി അഡ്വക്കേറ്റ് M പ്രഭാകരൻ, പട്ടം ഭാസ്കരൻ, K അശോകൻ, PV സുധീർ, PK വേണുഗോപാലൻ, U സുരേന്ദ്രൻ, C ലത, P കുഞ്ഞിക്കണ്ണൻ, PP സുരേന്ദ്രൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. മുഴപ്പിലങ്ങാട് ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടാൽ എടക്കാട് ദേശവാസികളുടെ പ്രൗഢഗംഭീരമായ കാഴ്ചവരവ് നടന്നു. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്റെ അകമ്പടിയോടെയായിരുന്നു നയന മനോഹരമായ കാഴ്ച ഒരുക്കിയത്. 90 വർഷത്തെ പാരമ്പര്യമാണ് നടാൽ എടക്കാട് കാഴ്ച കമ്മിറ്റിക്കുള്ളത്. ശിങ്കാരി മേളത്തോടെ നടന്ന കാഴ്ചവരവ് കാണാൻ നിരവധി പേരാണ് എത്തിയത്. വടക്കേ മലബാറിലെ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രങ്ങളിലെ ചൈതന്യവക്തായ പുണ്യപുരാതന ക്ഷേത്രമാണ് മുഴപ്പിലങ്ങാട് ശ്രീകുറുമ്പ ഭഗവതി. ഇവിടെ താലപ്പൊലിയോടനുബന്ധിച്ചാണ് മഹനീയ കാഴ്ച നടന്നത്.
ക്ഷേത്രത്തിലേക്ക് എടക്കാട് നടാൽ നിവാസികളുടെ 91-ാം വാർഷികം ആഘോഷിക്കുന്ന കാഴ്ചയാണ് നടന്നത്. ശില്പചാരുതയും വൈദ്യുത ദീപാലങ്കാരങ്ങളോടും കൂടിയ രംഗങ്ങൾ, വാദ്യമേളം, താലപ്പൊലിയേന്തിയ വനിതകൾ, മറ്റു കലാരൂപങ്ങൾ, DJ മ്യൂസിക് എന്നിവയും കാഴ്ചയിൽ അണിനിരുന്നു. പരിപാടി ആസ്വദിക്കുന്നതിനായി വൻ ജനാവലിയാണ് നടാൽ വായനശാലയ്ക്ക് എത്തിച്ചേർന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വയം പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥരാണ് സൗജന്യമായി പരിശീലനം നൽകുന്നത്. ഇന്ന് കണ്ണൂർ പള്ളിക്കുന്ന് ഗവൺമെന്റ് വനിതാ കോളേജിലാണ് പരിശീലന പരിപാടി നടന്നത്. കേരളത്തിലെ 20 പോലീസ് ജില്ലകളിൽ സൗജന്യമായി നൽകുന്ന പരിശീലന പരിപാടിയാണിത്. ഇന്ന് കണ്ണൂർ പള്ളിക്കുന്ന് ഗവൺമെന്റ് വനിതാ കോളേജിലാണ് പരിശീലന പരിപാടി നടന്നത്. നാളെ തലശ്ശേരി യൂണിവേഴ്സിറ്റി സെന്ററിലും ബുധനാഴ്ച മയ്യിൽ ITM കോളേജിലും പരിശീലന പരിപാടി നടക്കും. ശക്തമായിട്ട് റിലീസ് ചെയ്യുന്നത്. അതോടുകൂടി എന്ത് ചെയ്യണം, ഒരു നോ സൗണ്ടും കൂടെ കൊടുക്കുക. ഇതിന് ഈ നോ സൗണ്ട് കൊടുക്കുന്നത് ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വേങ്ങോട് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിലെ കിണറിലും സമീപത്തെ പുഴയിലേക്കും മാലിന്യങ്ങൾ തള്ളി. പറശ്ശിനിക്കടവ് വെൽ വ്യൂ റെസിഡൻസി ഉടമ TP നാരായണന് 5000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ജലസ്രോതസ് മലിനപ്പെടുത്തിയ വ്യക്തിക്കും സ്ഥാപനത്തിനുമെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാനും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തീരുമാനിച്ചു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വേങ്ങാട് നടത്തിയ പരിശോധനയിലാണ് ജലസ്രോതസ്സുകൾ മാലിന്യങ്ങൾ തള്ളി മലിനപ്പെടുത്തിയതായി കണ്ടെത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിലെ കിണറ്റിലും സമീപത്തെ പുഴയിലേക്കുമാണ് മാലിന്യങ്ങൾ തള്ളിയത്. കോൺക്രീറ്റ് വേസ്റ്റുകളും മറ്റു മാലിന്യങ്ങളും നിക്ഷേപിച്ച് മൂടിയ നിലയിലാണ് കിണർ കണ്ടെത്തിയത്. കാട്ടാമ്പള്ളി പുഴയിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, പ്ലേറ്റുകൾ, ഗാർബേജ് ബാഗുകൾ എന്നിവയും വ്യാപകമായി തള്ളിയതായി കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥലത്തിന്റെ മറ്റൊരു വശത്ത് പുഴയിലേക്ക് 70ഓളം വരുന്ന ഗാർബേജ് ബാഗുകൾ കെട്ടി ജൈവ അജൈവ മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞതായും കണ്ടെത്തിയിട്ടുണ്ട്. ഗാർബേജ് ബാഗുകൾ വീണ്ടെടുത്ത് പരിശോധന നടത്തിയപ്പോൾ TP നാരായണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പറശ്ശിനിക്കടവിലെ വെൽവ്യൂ റെസിഡൻസി എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങളാണെന്ന് സ്ഥിരീകരിച്ചു. ജൈവ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ടതിന് 5000 രൂപ പിഴ ചുമത്താനും ജലസ്രോതസ് മലിനപ്പെടുത്തുന്നതിന് കാരണമായ രീതിയിൽ മാലിന്യങ്ങൾ തള്ളിയതിന് കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ വകുപ്പ് പ്രകാരം സ്ഥല ഉടമയ്ക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാനും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ സ്ക്വാഡ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കൂടാതെ മാലിന്യങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറശ്ശിനിക്കടവിലെ വെൽവ്യൂ റെസിഡൻസി എന്ന സ്ഥാപനത്തിനെതിരെയും പ്രോസിക്യൂഷൻ നടപടികൾക്ക് സ്ക്വാഡ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് PP, സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൻ CK, നാറാത്ത് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനുഷ്മ P, ക്ലർക്ക് സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8050, പവന് 64,440 രൂപ, വെള്ളി 108 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ.
മുഴപ്പിലങ്ങാട് ബോംബേറ് SDPI പ്രവർത്തകന്റെ വീടിന് കേടുപാട്. അക്രമം താലപ്പൊലി മഹോത്സവത്തിന് പിന്നാലെ ബോംബേറ് നടത്തിയത് CPM പ്രവർത്തകരെന്ന് വീട്ടുടമ. സ്കൂട്ടറിനും കേടുപാട്. കാസർകോടെ മരണം. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹത്തിന് 20 ദിവസത്തിലധികം പഴക്കം. മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ഊരത്തൂരിൽ യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഭർത്താവ് കസ്റ്റഡിയിൽ. തീവ്രപരിചരണ രോഗികൾക്ക് സാന്ത്വനമേകാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ICUവിൽ കാറ്റും വെളിച്ചവും സൈക്കോളജിസ്റ്റിന്റെ സേവനവും. വിവിധ യൂണിറ്റുകളുടെ ഉദ്ഘാടനം നാളെ. വൃക്കരോഗ ബോധവൽക്കരണത്തിൽ സൂംബ നൃത്തവും വാക്കത്തോടും. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.